കോണ്ടിനെൻ്റൽ ഡിഷായിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോ ആണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. കൂടെ ക്രീമും ഉണ്ട്. ഇത് രണ്ടും തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇത് 1 കിലോ ഉരുളക്കിഴങ്ങാണ്. നമ്മൾ ഈ മാഷ്ഡ് പൊട്ടറ്റോ തയ്യാറാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് ആയിരിക്കണം. കാരണം ചെറുതാണെങ്കിൽ ഇതൊരു ക്ലീനാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഫ്രഷായ നല്ല നീളമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അത് ഇതുപോലെ പീൽ ചെയ്ത് മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് ചെറിയ പീസിലാക്കി മുറിച്ച് വേണം. കാരണം ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ എളുപ്പമായിരിക്കുള്ളൂ. അതല്ല വലുതാണെങ്കിൽ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. നമുക്ക് വേവിക്കാൻ വേണ്ടി ഒന്നുകിൽ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കുക. അതുപോലെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് വേവിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു സാധാരണ രീതിയിൽ തുറന്ന് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോ ഏത് ഇഷ്ടമനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്ര അരിഞ്ഞിട്ടിരിക്കുന്നത് 1 കിലോ പൊട്ടറ്റോ ഇട്ട് ഇത്രയാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള രീതി വേവിക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു സോസ് പാനിലാണ്. അതിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇങ്ങനെ തുറന്ന് വേവിക്കുമ്പോൾ അല്പസമയം 10-20 മിനിറ്റ് എടുക്കും. ഇനി ഇതിലേക്ക് ചേർക്കുക വെളുത്തുള്ളിയാണ്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി 6 ചേർക്കുന്നുണ്ട്. അത് ചേർത്തിട്ട് തോലുകൾ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിന് കൂടെ നമുക്ക് ആവശ്യമുള്ളത് 1/4 കപ്പ് ഫ്രഷ് ക്രീമും അതുപോലെ ഈ കാണുന്നതിൽ 1 പീസ് ബട്ടറുമാണ്. 100 ഗ്രാമിൻ്റെ പീസാണ്. അതിൽ ഒരു 1/4 ഭാഗം വേണം. ഇനി ഒരു സ്മാഷർ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. കാരണം ഇത് ഉടഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു നല്ല ടെക്സ്ചർ കറക്റ്റ് ആവുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ ആണ് നല്ല കറക്റ്റായി ഇത് കിട്ടുള്ളൂ. പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇത് മുഴുവൻ മാറ്റി വെക്കുക. ഇത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ ബട്ടറും കൂടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞ് ഇതുപോലെ നല്ല കളർ കിട്ടും. അത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൊട്ടറ്റോയുടെ കൂടെ ഫ്രഷ് ക്രീം തന്നെ ചേർക്കണം. അതാണ് അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അതും ബട്ടറും. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി മല്ലിയിലയാണ്. അതുകൂടെ ചെറിയ ചെറിയ പീസിലാക്കി ഇതിന് മുകളിൽ ചേർത്ത് കൊടുക്കുക. കാരണം മല്ലിയില ചേർന്ന് കഴിഞ്ഞാൽ പ്രത്യേക മണമുള്ള ടേസ്റ്റാണ്. വീണ്ടും ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യുക. മിക്സിങ് കൂടുന്നതനുസരിച്ച് ഈ പൊട്ടറ്റോ കുറച്ചും കൂടി നല്ല ഉടഞ്ഞ് കിട്ടും. കാരണം ഈ മാഷ്ഡ് പൊട്ടറ്റോയിൽ നമുക്ക് വേണ്ടത് നന്നായിട്ട് ഉടഞ്ഞ ക്രീമായിട്ട് കിട്ടുന്ന ഉരുളക്കിഴങ്ങാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാവശ്യവും സെപ്പറേറ്റ് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് മിക്സ് കറക്റ്റായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വീണ്ടും ഓരോ സാധനം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യും. ഇപ്പോൾ ഏകദേശമൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ വെക്കാം. ഇനി ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് ഇതുപോലെ ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. മിക്സിങ് വീണ്ടും വരികയാണ്. ആദ്യം ഫ്രഷ് ക്രീം ചേർത്ത് ചെയ്തു. അത് കഴിഞ്ഞ് മല്ലിയില ചേർത്ത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഈ പൊടി ചേർത്തിട്ട് കുരുമുളക് പൊടി ചേർത്ത് വീടിച്ചപ്പോൾ ഓരോ പ്രാവശ്യവും മിക്സിങ് കൂടി വരികയാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ക്രീം വേണം. ഒരു നോൺ സ്റ്റിക്ക് പാനിൽ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ്. അതുപോലെ 1 പീസ് അളവിൽ ബട്ടറും ചേർക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ഇതുപോലെ കോൺഫ്ലോറും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കലക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഉരുക്കിയെടുക്കാൻ മാത്രമേ ഇതുപോലെ കിട്ടുള്ളൂ. വെള്ളം 1/2 കപ്പിനേക്കാളും പകരമായിട്ട് 1/4 കപ്പായാലും കുഴപ്പമില്ല. നമുക്ക് പെട്ടെന്ന് അടിയിൽ പിടിക്കാതെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മിക്സ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ നല്ല ക്രീമായിട്ട് കിട്ടും. ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മൾ മാഷ്ഡ് പൊട്ടറ്റോ ആവശ്യമുള്ള ക്രീം തയ്യാറായിട്ടുണ്ട്. ഈ ക്രീമാണ് കൂടുതൽ ടേസ്റ്റ് നമുക്ക് നൽകുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വീട് ചേർത്ത് കൊടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള മാഷ്ഡ് പൊട്ടറ്റോയും അത് നടുക്കിരിക്കുന്ന ക്രീമും തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.